much beautiful and tasty guava. You know how it feels? It feels so sweet. Some taste sour, some taste sweet, and some doesn't taste anything. So super tasty thing. Good for pressure. Tasty and good for pressure. Then high pressure people can eat this. ഇതുണ്ടല്ലേ അതുകൊണ്ടാ ഞാൻ കാണിക്കേണ്ടത്. ബാന്ന് പറഞ്ഞ ഞാൻ പറയും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പം പഴയതുപോലെ കുറച്ച് ദിവസത്തിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പം ഇന്ന് ഈവനിങ് വ്ളോഗാണ്. അത്താഴം കുറച്ച് കാര്യങ്ങളൊക്കെ ഫുഡ് പ്രിപ്പറേഷൻ്റെയൊക്കെ ഒരു വ്ളോഗാണ്. അപ്പോൾ എന്താണ്, ഇന്ന് രാവിലെ മോൻ്റെ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി സ്കൂളിൽ പോകണമായിരുന്നു. അപ്പം രാവിലെ തന്നെ ഉച്ചവരെയുള്ള ഫുഡെല്ലാം തയ്യാറാക്കിയെല്ലാം വെച്ചിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് പോയത്. അങ്ങനെ അതിനുശേഷം പിന്നെ ഉച്ചയ്ക്കൊക്കെ വന്ന് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ വൈകുന്നേരം കുറച്ച് നേരം ഒക്കെ മാറി ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ മാറിയൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ അത്താഴം ഫുഡ് പ്രിപ്പറേഷന് വേണ്ടി കയറിയതാണ്. അപ്പം മോക്കാണെങ്കിൽ എന്താണ്, അപ്പോൾ ചിക്കൻ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊഞ്ചായിരുന്നു ഇന്ന് ഉച്ചക്കലത്തെ കറി. അപ്പം കൊഞ്ചുകറി ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ രാവിലത്തേക്ക് പലഹാരത്തിനും കൂടെ ആകുമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇവിടുത്തെ വാപ്പായ്ക്കുമൊക്കെ അപ്പം വേണം. അപ്പോൾ അതിന് ദോശമാവ് എടുത്ത് ഞാൻ കലക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അവിടെ സെറ്റായിട്ടിരുന്നതിന് ശേഷമേ നമുക്ക് ദോശ ഇടാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് മോൾ വന്നിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ ചിക്കൻ കറി വെക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, എന്നാൽ വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും, അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി. എന്തായാലും സവാള എല്ലാം കുത്തിപ്പൊടിച്ചെല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി പിന്നെ എന്താണ് സവാള വഴറ്റാൻ കയറിയേക്കുക. ചോപ്പ് ചെയ്ത് വെച്ച ഇവിടെ ഒനിയനാണ് ഇടുന്നത്. ഒനിയൻ മാത്രം. എന്നിട്ട് നമുക്ക് അരിഞ്ഞില്ല. അപ്പം മോള് സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനെല്ലാം ദോശമാവെല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കിന് ഇത് ഫ്രിഡ്ജിരിക്കുന്ന മാവായതുകൊണ്ട് കുറച്ച് ഐസൊക്കെ പോയെല്ലാം സെറ്റാകണ്ടേ. അപ്പോൾ അതിന് ശേഷം ഞാൻ താണ്ടെ ദോശ ചുടുമായിരുന്നു. ചെറിയ വേണ്ട, വലിയ അപ്പം മിക്സ് ചെയ്ത് കഷ്ടമുണ്ട്. മിക്സ് ഇത് മാത്രം ഇത് മൂന്നെണ്ണം പ്ലീസ് മിക്സ് ആകുന്നു പ്ലീസ്. എന്റെ റബ്ബേ, ഞാൻ വിയർത്ത്. നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളിപ്പോ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത് അറിയാൻ പോകുന്നത്. നമ്മള് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് നമ്മളിപ്പോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊക്കെ നമ്മള് തിരിച്ചുകൊണ്ട് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ദോശയാണ് കേട്ടോ. അപ്പൊ നല്ല ദോശയാണ്. ചപ്പായിരിക്കും ഉണ്ടാക്കുന്നുണ്ട്, പച്ചപ്പയല്ല. അപ്പൊ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അല്ല, ഇഞ്ചിയല്ല, വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പേസ്റ്റ്. അപ്പൊ നമ്മളിത് ഇട്ട് കൊടുക്കാണ്. അങ്ങോട്ട് എടുത്തിടാൻ പോവാൻ നമ്മുടെ കുഞ്ഞു ദോശ നമ്മളായിട്ട് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ൂണി കഴിഞ്ഞിട്ട് തന്നെയാണ് അതാണ്ട് ഇടുന്നത്. ഇത് 2 തക്കാളിയാണ്, പിന്നെ ഒരു 6 പച്ചമുളകാണ്. ഇതെല്ലാം ആക്കിയിട്ട് നല്ലവണ്ണം തക്കാളി ചെറുതായിട്ട് ഇന്ന് വെന്ത് എടുത്തിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇവർക്കൊന്നും എരിവ് ഇഷ്ടമല്ല. ഇനി നമ്മള് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഒരു ഇത്രയും കണക്കെങ്കിലും കൂടെ ഇത്രയും മഞ്ഞപ്പൊടി. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. 2-3 വേണം.
3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായിട്ട് മൂപ്പിക്കണം. അതിന്റെ പച്ചമണം 1 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ഇടുന്നുണ്ട്. അത് അത്രയും കിടക്കട്ടോ. ഇതൊരു 1/2 ടീസ്പൂൺ കാണും. ആ ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാണ്. ഇന്ന് സ്പൂണിലാണ് പോയി. ഇതിന്റെ ടേസ്റ്റ് എന്തുവാണെന്ന് എനിക്കൊന്ന് അറിയണം. എന്താ പെരിഞ്ജീരകപ്പൊടി കുറച്ചിട്ടോണ്ട് ഇന്ന് കുറച്ചും കൂടി ഇടണം. അയ്യോ വേണ്ടായേ. ഇനി നമുക്ക് ഒരു ഇത്രയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്ക്. എന്താ സ്പീഡില്ല, എളുപ്പമാട്ടെ. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ. ഞാൻ ദോശ ഇടട്ടെ. നമ്മളിതാ വെള്ളം കുറച്ചായിരുന്നു കൂടെ ഒഴിച്ചു കൊടുക്കാണ്. മിക്സ് ചെയ്ത് കൊടുക്കും. ചിക്കൻ കറി വെക്കാൻ പഠിച്ചല്ലോ അല്ലേ? ഈ തനിയെ ചിക്കൻ കറി ഒക്കെ വെക്കും. ഐ ലവ് കുക്കിംഗ്, പക്ഷെ മടിയാണ് മാത്രം. തെറിപ്പിക്കില്ലേ? ഒഴിക്കും. കുറച്ചും കൂടെ ഒക്കെ പോരട്ടെ. കുറച്ചും കൂടെ മുളക് പൊടി ഇടായിരുന്നു. നീ എന്തെന്നാ ഇത് കഷായം ഉണ്ടാക്കുന്ന മുളക് പൊടിയുടെ? എനിക്ക് സ്പൈസിന് വെച്ചിട്ട് ചെയ്യാം. പായസമോ? സ്പൈസി ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി കൂടെ നീട്ടണോ? എനിക്ക് കറി എന്താണ് മാം. അമ്മ ഇച്ചിരി കൂടെ നീട്ട്, കറി വേണ്ടവരും നീട്ട്. അമ്മച്ചി എപ്പോ മതി ഇനി ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. കൊണ്ടുവന്ന് ഒഴിക്കുക. ഒരുമാതിരി കുറുകിയിരിക്കും കായ്സ്. എനിക്ക് കുറുകിയ കറി ഇഷ്ടമാണ്. മതി, രസമാക്കി. ഗ്രേവി ഇല്ല, ഗ്രേവി എനിക്ക് വേണം. അതാ ഇളക്കി കൊടുക്കാം. മല്ലിയില ഇട്ടിരുന്നൊക്കെ കൊള്ളാം. വേണ്ട, എനിക്കെന്താ മല്ലിയിലൊക്കെ ഇച്ചിരി പുതിനയില ഉണ്ടോ? ഇച്ചിരി കറിവേപ്പില അതില്ല ഇവിടെ. മല്ലിയിലയും പുതിനയിലയും ഉണ്ട്, അത് വേണ്ട. ചിക്കൻ കറിക്ക് ആരും മല്ലിയില ഇടും. അതിന് കറിവേപ്പിലയല്ലേ ചിക്കൻ കറിക്ക് ഇടുന്നേ? ശരിയാ, ചിക്കൻ കറിക്ക് ആരും മല്ലിയില ഇടില്ല. ഓക്കെ, ഇടുന്നു. ചിക്കൻ ലെഗ് ഞാൻ തരത്തില്ല. ഓക്കെ, ഓരോ കഷ്ണായിട്ട് പറ്റി ഇട്ട് കൊടുക്കാം. തിളക്കരുത്, തിളക്കാതെ തന്നെ ഇടണം. സ്പെഷ്യൽ കറിയാണിത്. ഈ തിളച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം എന്തുവാണെന്നാ? എന്തായാലും ഉണ്ടാക്കുമ്പോ തിന്നാൻ മനസ്സാണ് തന്നെ. അങ്ങനല്ല, അതിന്റെ ടേസ്റ്റ് ഇട്ട് വ്യത്യാസം വരും. തിളച്ച സാധനത്തിലോട്ട് നമ്മൾ ചിക്കൻ ഇടുന്നത് പോലല്ല തിളക്കാത്തതിനകത്തോട്ട് ചിക്കൻ ഇടുന്നത്. എന്തായാലും സ്പെഷ്യൽ കറിയല്ലേ, മിന്ന സ്പെഷ്യൽ. വേണോ ഗൈസ്? പച്ചറച്ചിയാ അങ്ങോട്ട് ഇടി. പച്ചറച്ചി ഉണ്ട്, ഞാൻ കുറെ വീഡിയോ ഉണ്ട്. സാമ്പ്രത്തേക്ക് ഉപ്പിടുന്നില്ലേ? ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക്. അതിനാണ് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. മതി മതി, ഒരുപാട് ഇളക്കണ്ട. നീ ഉപ്പിടടി കാന്താരി. ഉപ്പിടാൻ പോവുകയാണ് ഗൈസ്. ഇത്രയും ഉപ്പ് മതിയാ? അല്ല, ഇനി ഉപ്പിടും. എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത്രയും മതിയോ? ഇട്. എനിക്കാണെങ്കിൽ തലയും കറങ്ങുന്നു വെച്ചേ. ഉപ്പ് വേണോ? വേണ്ട, അത് പ്രഷർ കൂടിയിട്ടാണ്. ഇന്നലെ കുറഞ്ഞപ്പോൾ ഉപ്പ് തിന്ന്, ഇന്ന് പ്രഷർ കൂടി. ഇനി വേണോ? അയ്യോ, ഇനി ഉപ്പിടണ്ടായേ. ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്ക്, എന്നിട്ട് മൂടി വെക്ക്. നീ ഒന്നും മിണ്ടാതിരി വെച്ചേ. മുളക് പൊടി ഇതിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഇട്ട് കൊടുക്ക്. നീ ഇത് മൂടി വെച്ച് മൂടും. അത് കഴിഞ്ഞാൽ അത് സമാധാനത്തിൽ വേണം തിളക്കിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ. പാവം കോഴിനെ അരിങ്ങി തുണ്ടെന്നുണ്ടോ ആക്കി കറിക്കാത്തിട്ട് ഞാൻ നമ്മുടെ ഒരു മഹാവിരുതെന്നല്ലോ പാട്ടയിടുവാൻ തുനിങ്ങല്ലോ, വശിയവനേറെയുണ്ടല്ലോ വിഷ